നമ്മൾ ആക്ച്വലി 10 years we waited silently. നമ്മുടെ ബ്രാൻഡ് എന്നുള്ളൊരു ഡ്രീം നമ്മൾ ഒരിക്കലും അബാൻഡൻ ചെയ്തിട്ടില്ല, അതിനെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. വെൻ യു സേ ബനാന വറക്കുന്നത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരത്തിൽ അല്ല എന്ന് പറയാൻ പറ്റും. ഇഫ് യു ആർ എ ഹെൽത്ത് ഫ്രീക്ക്, പ്ലീസ് പിക്ക് അപ്പ് എ സാലഡ്. മൈ പ്രോഡക്റ്റ് ഇസ് നോട്ട് ഫോർ യു. ഹെൽത്ത് ഇസ് വൺ ബിഗ് ഡ്രൈവർ റൈറ്റ് നൗ. സോ ഹെൽത്തിലേക്കുള്ളൊരു ഫസ്റ്റ് പ്രീക്വൽ ആണ് ഹൗ ഹൈജീനിക്കലി ഇസ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളത്. ആക്ച്വലി മാനുഫാക്ചർ ഫോർ ഫ്ലിപ്കാർട്ട്, ടാറ്റ, വിപ്രോ, യുനിബിക്, യു നെയിം ഇറ്റ്. അപ്പം ഇതിനകത്തുണ്ടായിരുന്നൊരു കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവരെല്ലാം കണ്ട് പഠിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടായി. നമ്മൾ മലയാളികളുടെ സ്വന്തം കപ്പവറുത്തതിനെയും ചിപ്സിനെയും ഒക്കെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ ബ്രാൻഡ്. ആ ബ്രാൻഡാണ് ഇന്ന് മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ എൻ്റെ കൂടെ കാപ്പോ ഫുഡ് ഇന്ത്യയിലെ മെയിൻ ആള്, നമ്മുടെ എന്താ പറയാ തലവൻ എന്നൊക്കെ പറയാൻ പറ്റും, തലപ്പത്തിരിക്കുന്ന ആൾ ജോസ് അലക്സ്. വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. Thank you so much for having us. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബനാന ചിപ്സ് ഫാക്ടറി മാനുഫാക്ചറർ, അതിൽ നിന്നും നമ്മുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്നാക്സിനെയൊക്കെ ഒരു ബ്രാൻഡ് ആക്കാം എന്നൊരു തീരുമാനം വേണമല്ലോ. എന്തുകൊണ്ട്? സോ ഓണസ്റ്റ്ലി ഫാക്ടറിയിൽ നിന്നൊരു ബ്രാൻഡ് വന്നതല്ല, ബ്രാൻഡിന് വേണ്ടി ആദ്യം ഫാക്ടറി സെറ്റപ്പ് ചെയ്തതാണ്. സോ നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് ആക്ച്വലി ഒരു 12 years ago ആണ്. നമ്മൾ 2012 ഫസ്റ്റ് ഈ ഒരു ബ്രാൻഡഡ് ബനാന ചിപ്സ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നപ്പോൾ അന്ന് ഇത്ര ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഒരു ചിപ്സ് ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റിനെ മാസ്റ്റർ ചെയ്യാന്നുള്ളതായിരുന്നു അവർ ഫസ്റ്റ്. അപ്പോൾ അതിനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റി നമ്മൾ സെറ്റപ്പ് ചെയ്തു. അതായത് ഇതിനെ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. മാസ്സായിട്ടും ഇതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ കൊണ്ടുവരുന്ന ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. അപ്പം അതിനു വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് സ്റ്റഡി ചെയ്ത് ലേസ് ഒക്കെ ഉപയോഗിക്കുന്ന അതേ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ ഈ ഫാക്ടറി സെറ്റപ്പ് ചെയ്തത്. അന്ന് ഒറിജിനലി നമ്മുടെ ബ്രാൻഡിന് വേണ്ടിയാണ് ചെയ്തിരുന്നെങ്കിലും നമുക്കൊരു ഏർലി ഓൺ കുറച്ച് ലേണിങ്സ്, ഐ വുഡ് സേ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ലേണിങ്സ് എന്ന് പറഞ്ഞത് മാർക്കറ്റ് വാസ് നോട്ട് റെഡി ഫോർ എ ബ്രാൻഡഡ് പ്രോഡക്റ്റ്. അന്ന് ആൾക്കാർ അന്നും പീപ്പിൾ പ്രിഫേർഡ് മോർ അബൌട്ട് ബൈങ് ലൂസ് ബ്രാൻഡഡ് ചിപ്സ്, അല്ലെങ്കിൽ അവിടെ കോസ്റ്റ് ആയിരുന്നു ഒരു വലിയ ഫാക്ടർ, പ്രൈസിനെയാണ് അവർ വാല്യൂ ചെയ്തത്. പീപ്പിൾ വർ ബൈങ് ഇൻ ബൾക്ക്. ബട്ട് ഒരു ബ്രാൻഡഡ് ആയിട്ട് ഒരു സ്മോൾ ഫോമാറ്റ്സിലുള്ള അന്ന് മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പം അതിനെ നമ്മൾ ഇനിഷ്യലി നമ്മുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഒരു മാർക്കറ്റും കൂടെ റെഡി ആവണം, അതിലേക്ക് എത്തണം എന്നുള്ളത്. സോ വാട്ട് എവറി ഫൗണ്ടേഴ്സ് ഡു, ഞങ്ങളും സർവൈവ് ചെയ്യാൻ വേണ്ടി വി പിവറ്റഡ്. അങ്ങനെയാണ് ഞങ്ങൾ കോൺട്രാക്ട് മാനുഫാക്ചറിലേക്ക് എൻട്രി ചെയ്യുന്നത്. സോ വി വർ ഏബിൾ ടു അട്രാക്ട് ഈ ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റി. അന്നേ നമ്മൾ കപ്പാസിറ്റിയിലുപരി കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്. അപ്പോൾ ഈ കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വി വർ ഏബിൾ ടു അട്രാക്ട് ലോട്ട് ഓഫ് ബ്രാൻഡ്സ് ലൈക്ക് കെലോഗ്സ്, പേപ്പർ ബോട്ട്, അല്ലെങ്കിൽ ചായ് പോയിന്റ് ആൻഡ് സബ്സിക്വന്റ്ലി ബിയോണ്ട് സ്നാക്സ്. ഇന്ന് ഫ്രം ദി മാനുഫാക്ചറിങ് യൂണിറ്റ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഓൾ ആ കോമ്പറ്റീറ്റേഴ്സിന് നമ്മളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. സോ വി ആക്ച്വലി മാനുഫാക്ചർ ഫോർ ഫ്ലിപ്കാർട്ട്, ടാറ്റ, വിപ്രോ, യുനിബിക്, യു നെയിം ഇറ്റ്. അപ്പം ഇതിനകത്തുണ്ടായിരുന്നൊരു കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവരെല്ലാം കണ്ട് പഠിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടായി. Learn from their mistakes. Yes, like learn from their mistakes and also their ability. They are the masters in this field, right? അപ്പോൾ അവർ സ്കെയിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി 10 years we waited silently. നമ്മുടെ ബ്രാൻഡ് എന്നുള്ളൊരു ഡ്രീം നമ്മൾ ഒരിക്കലും അബാൻഡൻ ചെയ്തിട്ടില്ല, അതിനെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് we kept the missions running. We learned about scale. നമ്മൾ കോസ്റ്റിൻ്റെ ഡിസിപ്ലിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഈ ലേണിങ്സ് എല്ലാം പുട്ട് ടുഗദർ ചെയ്ത് we waited for the right time and last year we figured this is the time to come back. അപ്പം നമ്മുടെ പഴയ ബ്രാൻഡിനെ ഒന്നുകൂടെ റിവൈവ് ചെയ്ത് പുതിയൊരു പാക്കേജിങ്ങിലും പുതിയൊരു ഫ്ലേവേഴ്സിലും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പം മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 yearsൽ ഈ മാർക്കറ്റിലുണ്ടല്ലോ, ആർ വി റെഡി ഫോർ ഒരു ബ്രാൻഡഡ് സ്നാക്ക് ഓപ്ഷൻ നമ്മുടെ മാർക്കറ്റ്? യെസ്. സോ തിങ് ഇസ് അന്നേ ഈ ട്രാൻസിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് സ്ലോ ആൻഡ് വി വെർ ലൈക്ക് ലിറ്റിൽ അഹെഡ് ഓഫ് ദ മാർക്കറ്റ്. ബട്ട് ഇൻ ദ ലാസ്റ്റ് 5 years ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗിവൻ അസ് ദിസ് എഡ്ജ് റൈറ്റ് നൗ. ഇപ്പോൾ ക്യാപ്പോ എന്തുകൊണ്ട് വൈ ലാസ്റ്റ് ഇയർ എന്ന് ചോദിച്ചാൽ ടുഡേ പീപ്പിൾ ആർ ബോതേർഡ് അബൌട്ട് എന്ത് ഓയിൽ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ഭയങ്കര കോൺഷ്യസ് ആണ് കൺസ്യൂമേഴ്സ്. സോ ഒബ്വിയസ്ലി ഹെൽത്ത് ഇസ് വൺ ബിഗ് ഡ്രൈവർ റൈറ്റ് നൗ. സോ ഹെൽത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് പ്രീക്വൽ ആണ് ഹൗ ഹൈജീനിക്കലി ഇസ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളത്. So that is where we have been able to bring our edge, and that is why now I think is a good time to come back. And in fact like ipo nammal banana and cassava chips aanu main aayittu cheyyunne, but we want to get into other snacks as well, whatever because that transition is very clear. In 5 years there will not be transparent packets or there will not be any unbranded. adellam എത്രത്തോളം manufacturing facility il ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാലും it will come as a branded packet. So and we are in the forefront of that, I like to believe. Okay,
അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ അറ്റ് പ്രസന്റ് ക്യാപ്പോയുടെ ഒരു അവസ്ഥ എന്തൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? സോ ടുഡേ നമുക്കിപ്പോൾ നിലവിൽ 4 പ്രൊഡക്ട്സ് ആണുള്ളത്. 2 ഫ്ലേവേഴ്സ് ഇൻ ബനാന ചിപ്സ് വിച്ച് ഇസ് ദ ക്ലാസിക് സോൾട്ടഡ് ആൻഡ് ചില്ലി ഗാർലിക്, ആൻഡ് കപ്പയുടെ ചിപ്സ് വിച്ച് കസാവ ചിപ്സ് എന്നാണ്. സോ പീപ്പിൾ ആർ മോർ ഫെമിലിയർ വിത്ത് ടപ്പിയോക്ക, ബട്ട് കസാവ ഇസ് മച്ച് കൂളർ നെയിം ആൻഡ് നമ്മൾ കപ്പ വറുത്തതെന്ന് പറയും. കപ്പ വറുത്തതെന്ന് പറയും. പക്ഷേ വി വാണ്ട് പീപ്പിൾ ടു യൂസ് കസാവ. ബിക്കോസ് ആ ഒരു അവയർനെസ് ബിൽഡ് ചെയ്യാൻ ഇറ്റ്സ് ഗോയിങ് ടു ബി അതൊരു സ്ലോ ജേർണിയാണ്. നമ്മൾ ഒരുപാട് ഡിബേറ്റ് ചെയ്ത് ഇന്റേർണലി ടപ്പിയോക്ക ചിപ്സ് ഇടണോ കസാവ ചിപ്സ് ഇടണോ, ബട്ട് ഫൈനലി വി ഡിസൈഡഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൾക്കാരെ അവെയർ ആക്കിയ. ബിക്കോസ് ഔട്ട്സൈഡ് കേരള ആൾക്കാർക്ക് ടപ്പിയോക്കയും അത്ര ഫേമസ് അല്ല. സോ ഇറ്റ് ടേക്സ് ദ സെയിം എഫേർട്ട് ടു ടീച്ച് ദം ആൻഡ് മേക്ക് ദം അവെയർ, ആൻഡ് വി കോൾ ഇറ്റ് കസാവ ചിപ്സ്. അപ്പോൾ അതിനകത്ത് 2 ഫ്ലേവേഴ്സ് ഉണ്ട്, ഡൈനാമൈറ്റും പിന്നെ ടാങ്കി ടൊമാറ്റോയും. ബട്ട് വി ആർ കമ്മിങ് ഔട്ട് വിത്ത് another few set of flavors in these 2 products, and currently this is what we have. Down the lane we want to add Kerala mixtures, peanuts. ഒരു സൗത്ത് ഇന്ത്യൻ സ്പേസിൽ വരുന്ന എല്ലാ സ്നാക്സിനെയും ബ്രാൻഡ് ചെയ്തൊരു ഹൽദിറാം ഫോർ സൗത്ത് ഇന്ത്യ എന്നുള്ളതാണ് ക്യാപ്പോയുടെ വിഷൻ. ഡൗൺ ദ ലൈൻ യെസ്, മുറുക്കുണ്ട്. ഇപ്പൊ ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ മുറുക്ക്, റിബൺ പക്കോട, അല്ലെങ്കിൽ പീനട്സ്, പിന്നെ കേരള മിക്സ്ചർ, അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പയ്യോളി മിക്സ്ചർ അല്ലെങ്കിൽ മദ്രാസ് മിക്സ്ചർ, ദർ ആർ ബഞ്ച് ഓഫ് തിങ്സ്. അപ്പൊ ഇതിനെല്ലാം ബ്രാൻഡ് ചെയ്ത് ലൈക്ക് ആൾക്കാരിലേക്ക് ഈസി ടു ക്യാരി, കംഫർട്ടബിൾ ആയിട്ട് വൺ പേഴ്സൺ പാക്ക് ഒക്കെ ആയിട്ട് പല രീതിയിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു. ഓക്കെ, ഇപ്പൊ ഈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ജോസ് പറഞ്ഞ പോലെ ഇതിനൊരു എക്സ്പെൻസീവ് സൈഡ് ആയിരിക്കും. അതായത് ബ്രാൻഡഡ് ഇസ് ഈക്വൽ ടു എക്സ്പെൻസീവ് എന്നാണല്ലോ തോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ സ്നാക്കിംഗ് ഓപ്ഷനായിട്ട് നമ്മൾ ചിലപ്പോൾ പാല് മേടിക്കാൻ പോകുമ്പോൾ കൂട്ടത്തിൽ ഒരു പാക്കറ്റ് കപ്പ് ഓർത്തത്, ഇതാണ് നമ്മുടെ ഒരു രീതി. അതായത് വി നെവർ ബൈ ലൈക്ക് ഒരു ബ്രാൻഡഡ് സാധനമൊന്നും നമ്മൾ മൈൻഡേ ചെയ്യില്ല, ട്രാൻസ്പെറൻറ്റ് പാക്കറ്റിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിലാണ് നമ്മൾ യൂസ് ടു ആയിട്ടുള്ളത്. അപ്പോൾ വൈ ഡു വി നീഡ് ഒരു ബ്രാൻഡഡ് സ്നാക്കിംഗ് ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ യു സേ? സോ ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എ ബ്രാൻഡ് ബിൽഡ്സ് അക്കൗണ്ടബിലിറ്റി. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ കൺസ്യൂമേഴ്സ് കുറേയും കൂടെ അൺഅവെയർ ആയിരുന്നു, അൺബോധേർഡ് ആയിരുന്നു. റാദർ ടുഡേസ് കൺസ്യൂമേഴ്സ് ആർ വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് വാട്ട് എക്സാക്ട്ലി ദേ നീഡ്. ഇപ്പം ഓയിലിനെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ക്യാപ്പോയിൽ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഗിവ്സ് പീപ്പിൾ എ സെൻസ് ഓഫ് ലിറ്റിൽ മോർ ഒരു ഹെൽത്തിയർ അല്ലെങ്കിൽ ഗിൽറ്റ് ഫ്രീ സ്നാക്കിംഗ് എന്നുള്ളത്. സെക്കൻഡ്, ഇപ്പം നമ്മൾ ഹിമാലയൻ പിങ്ക് സോൾട്ട്. അപ്പോൾ ബെറ്റർ ഇൻഗ്രീഡിയൻസും ബെറ്റർ പ്രൊഡക്ട്സിനും ആൾക്കാർക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് നിന്നൊരു ഭയങ്കര വാല്യൂ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ട്രേസബിലിറ്റി ഉണ്ട്, ആൾക്കാർക്ക് അതൊരു ട്രസ്റ്റ് ഉണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സെല്ലിങ് എ സ്നാക്ക്, സെല്ലിങ് എൻ എക്സ്പീരിയൻസ് ദാറ്റ് കംസ് ഫ്രം ട്രസ്റ്റ്. ഓക്കെ, ഈ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് കഴിക്കുവാണെങ്കിൽ വി നോ ഹൗ ഇറ്റ് ഇസ് മെയ്ഡ്, വി നോ വാട്ട് ഓയിൽസ് ആർ ദെയർ. സോ അവിടെയാണ് ഒരു ബ്രാൻഡിനൊരു പ്രസക്തി വരുന്നത്. സോ അവിടെ തന്നെ അതിനെയാണ് നമ്മൾ ത്രൂ എ ബ്രാൻഡ് വി ആർ ക്യാപിറ്റലൈസിങ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സെയിം മെൻറ്റാലിറ്റിയിലേക്കാണല്ലോ ക്യാപ്പോ തുടങ്ങുന്നത്. അതൊരു വലിയ റിസ്ക് ആണല്ലോ, കാരണം നമ്മുടെ മെൻറ്റാലിറ്റി ഇത് എന്തിനാ, അതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ച് വെച്ചോളാം വേറെ എന്നുള്ള മൈൻഡ്. നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടല്ലോ ബിഗിനിങ് സ്റ്റേജിൽ, അതെന്തൊക്കെയായിരുന്നു? സോ ഒന്ന് പ്രൈമറിലി പ്രൈസിങ് ആയിരുന്നു. വാട്ട് വാസ് ദി ലൈക്ക് യു നോ മോസ്റ്റ് ഹാർഡ് ഫാക്ട് ദാറ്റ് വി അന്നത്തെ മാർക്കറ്റ് 5 രൂപ 10 രൂപ പ്രൈസിങ്ങിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ബാക്കിയുള്ള പ്രൊഡക്ട്സിനുള്ള അഡ്വാൻറ്റേജ്, ഇപ്പോൾ പൊട്ടേറ്റോ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ഏത് സ്നാക്കിന് എക്സ്ട്രൂഡഡ് സ്നാക്സിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ കോസ്റ്റ് പ്രൈസ് കൺട്രോൾഡ് ആണ്. പൊട്ടേറ്റോ ഇപ്പോൾ യു ക്യാൻ സ്റ്റോർ ഇറ്റ് ഫോർ ഓവർ എ ഇയർ ലൈക്ക്, ബട്ട് ദെൻ വേറസ് ബനാന ഒരു അവരുടെ പ്ലാന്റേഷനിൽ നിന്ന് പോകുന്ന വിത്തിൻ ദി നെക്സ്റ്റ് 24 to 28 hours പ്രോസസ് ടൈപ്പ് പാക്ക് ചെയ്ത് പ്രൊഡക്റ്റ് ആവണം, ഇല്ലെങ്കിൽ ഇത് റൈപ്പൻഡ് ആയി പോകും. സെയിം തിങ് വിത്ത് കസാവ. അപ്പം ഇത് രണ്ടും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇനിഷ്യലി നമുക്ക് വി വർ ഡൂയിങ് ഗുഡ് ആസ് എ ബ്രാൻഡ്, ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ യൂണിറ്റ് എക്കണോമിക്സ് നെവർ ലൈക്ക് മെയ്ഡ് സെൻസ് അറ്റ് 5 rupee 10 rupee കാറ്റഗറി. സോ അവിടെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലേണിംഗ്. ദാറ്റ് ഇസ് വൈ വി തിങ്ക് ദ മാർക്കറ്റ് വി വർ ലിറ്റിൽ ഏർലി. ബട്ട് ഇന്നെന്ന് പറഞ്ഞാൽ ഒരു 60 rupees അല്ലെങ്കിൽ 80 rupees ഒരു സ്നാക്കിന് സ്പെൻഡ് ചെയ്യുന്ന അൺകോമൺ അല്ല. പീപ്പിൾ ഹാവ് ലൈക്ക് ദ മാർക്കറ്റ് has evolved to that level where that is അവിടെയാണ് ഇപ്പം why we are നല്ലതാണെങ്കിൽ we are ready to pay higher. People are willing to do that. So our first learning ഈ pricing എന്നുള്ളതാണ്. Second thing what we understood is that ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇതൊരു കഴിഞ്ഞ ഒരു 10 years കൊണ്ടാണ് I think a lot of credit will go to Instagram and like you know lot of other factors where people became aware of what they need. So പണ്ട് ആൾക്കാർ ഒരു കടയിൽ പോവാണെങ്കിൽ എനിക്ക് പച്ച ലേസ് വേണം അല്ലെങ്കിൽ ചുമല ലേസ് വേണം. People never spoke flavors. But whereas today I know exactly I want Korean chili അല്ലെങ്കിൽ I want this. So ആ ഒരു കൺസ്യൂമേഴ്സിന് വന്നിരിക്കുന്ന അത്ര ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് തന്നെയാണ്
ഒരു സെക്കൻഡ് ലേണിംഗ്. സോ യെസ് യെസ്. ഓക്കെ, ഇപ്പോൾ ഈ നമ്മൾ കാപ്പോ ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് ബ്രാൻഡ്സിനെ കണ്ട് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ പ്ലസ് എന്നും മൈനസ് എന്നും കണ്ടു പഠിച്ചിട്ടാണല്ലോ ക്യാപ്പ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കണ്ടു പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, വാട്ട് യു ഗൈസ് ഹവ് ലേൺഡ് ഇത് ക്യാപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ്, അതെന്തൊക്കെയായിരുന്നു? സോ ഇപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പറയാം, ലൈക്ക് ഒന്ന് ടേസ്റ്റ് is everything. So for a snack, taste, if you don't win on the taste, then it's pointless. Quality എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ആൾക്കാർ നിങ്ങളുടെ പ്രോഡക്റ്റ് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് ലൈക്ക് ടു സേ ഹെൽത്തിയർ ആണ്, ഹെൽത്തിയർ കമ്പയർഡ് ടു പൊട്ടേറ്റോ ഓർ അതർ സ്നാക്സ്, റൈറ്റ്? അത് ഇൻഹെറൻ്റ് ആയിട്ട് റോ മെറ്റീരിയലിനുള്ള ഒരു ഇപ്പം ബനാന അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ചിപ്പാണ് അല്ലെങ്കിൽ മറ്റേ റൂട്ട് ചിപ്പാണ്, അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഉണ്ട്. ബട്ട് റാദർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പീപ്പിൾ ഈറ്റ് സ്നാക്ക് for taste. അതുകൊണ്ടാണ് ഹെൽത്തി സ്നാക്ക് എന്നുള്ളൊരു കാറ്റഗറി is just slowly evolving now with lot of new products coming in. But I very well believe, if you are a health freak, please pick up a salad. My product is not for you. But there are people, ഒരു cheat day meal ആണ്. അതിലുപരി there are people who really enjoy snacking. പക്ഷേ ഈ പറഞ്ഞ പോലെ with your world around you, everybody is turning healthy, you are forced to become healthy. There ഒരു guilt free അല്ലെങ്കിൽ relatively better guilt free snacking എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. But down the line I am sure ഇപ്പം health means no taste. We are in that stage right now, but I think ice cream industry has actually really caught up on that. അതായത് ടേസ്റ്റും ഹെൽത്തും കൂടെ അവർ ഓൾമോസ്റ്റ് കമ്പയർ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. സ്നാക്കിന് അവിടെ എത്തിയിട്ടില്ല, ബട്ട് വി ആർ മൂവിങ് ടുവേർഡ്സ് ദർ ആൻഡ് വി വുഡ് ലൈക്ക് ടു തിങ്ക് വി വിൽ ബി ഓൺ ദ ഫോർ ഫ്രണ്ട് ഓഫ് ദാറ്റ് ആസ് വെൽ. സോ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് ഇപ്പം ഉള്ളത്. Taste is the most important thing. Taste is the most important thing. Second thing, unit economics ആണ്. Like you know, so like I said earlier, നമ്മൾ profitable, നമ്മൾ അന്ന് വിറ്റിരുന്നപ്പോഴും we had lot of sales, but on every pack we kept losing money. So unit economics first understand ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഒരു big lesson നമുക്ക് മനസ്സിലായത്. Third thing would be like you launch in one channel first and then you scale. Instead of launching in too many places, then you're fighting too many battles every day. But rather അതൊരു single channel you learn, you make the mistakes, you lose some money or you like burn your hand, and then you can scale it. Once you figure out what your model is, then you can scale. സോ ഇതൊക്കെയാണ് നമ്മൾ ഇവരിൽ നിന്ന് കണ്ട്. പിന്നെ നമുക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഐ വുഡ് സേ, ബിക്കോസ് മൈ ഫാമിലി ഈസ് ഓൾസോ ദി മാനുഫാക്ചറിങ് ബാക്ക് എൻഡ് ഓഫ് ദിസ്. we have a first hand insight of what is happening in the industry. So അത് ക്യാപ്പോയ്ക്കുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു, അവരുടെ പുതിയ പ്രോഡക്റ്റ് എന്തൊക്കെ അവരറിയുന്നതിന് മുന്നേ ഏത് റീജിയൻ ആണ്, അവർ ഏത് റീജിയനിലേക്ക് ഇത് കൊണ്ടുവന്ന്, ഇതെല്ലാം ലൈക്ക് ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ എം സപ്പോസ് ടു സേ ഇറ്റ്, ബട്ട് ഈ പറഞ്ഞ പോലെ ആക്ച്വലി ഇവർക്കൊന്നും അറിയില്ല നിങ്ങൾ. അതാണ് അടുത്ത ഒരു ലൈക്ക് തിങ്. ഐ തിങ്ക് ഈ അസെറ്റ് ലൈറ്റ് ആവുക എന്നുള്ളൊരു വലിയ ലെസനും കൂടി ഇവരിൽ നിന്നൊക്കെ ഞങ്ങൾ പഠിച്ചു. അതായത് സംബഡി ഹാഡ് ടു സെറ്റ് അപ്പ് ദി ഫാക്ടറി ആൻഡ് ലൈക്ക് fortunately we did it. But then asset light, that is why today Kappo is a separate company. Manufacturing thing is a separate family business, but Kappo is a separate entity ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. So being asset light has a lot of advantages. You don't have to reinvent the wheel every time. അതായത് ഓൾറെഡി ഇത്ര ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം all of these brands that you talk about today, all of them are manufacturing from at least 15-16 different factories to have their, except Haldiram's and all of them who has their own setup. But ഈ പറഞ്ഞ പോലെ asset light ആയിട്ട് മാർക്കറ്റിംഗിൽ ചെയ്യുന്നതാണ് ബ്രാൻഡിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ, അതൊരു ഭയങ്കര ബിഗ് ലെസൺ ആണ് നമ്മൾ പഠിച്ചത്. ബട്ട് ഈ പറഞ്ഞ പോലെ വി ഹാഡ് അവർ ഓൺ സെറ്റ് ഓഫ് റീസൺസ് ഫോർ വൈ വി ആർ ഹിയർ. സോ അസെറ്റ് ലൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ എപ്പോഴും അത് തന്നെ ചെയ്യാം, ബിക്കോസ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എല്ലായിടത്തും. ഇന്നത്തെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഹവ് ഇൻക്രീസ്ഡ് ആൻഡ് ഐ ബിലീവ് ലോട്ട് ഓഫ് ദീസ് പ്രോഡക്ട്സ്, ലോട്ട് ഓഫ് പീപ്പിൾ ആർ പുട്ടിംഗ് എഫേർട്ട് ഇൻ ടു എൻഷുറിംഗ് ദാറ്റ് യു ഗെറ്റ് എ ക്ലീൻ ആൻഡ് ഹൈജീനിക് പ്രോഡക്റ്റ്. സോ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഹസ് കം ഇൻ മൈൻഡ്സ് ഓഫ് പീപ്പിൾ ഓൾസോ, മൈൻഡ്സ് ഓഫ് മാനുഫാക്ചറേഴ്സ് ഓൾസോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വിൽക്കുക എന്നുള്ളൊരു തോട്ട്, അവിടെ നിന്ന് അത് മാറി ഞാൻ കൊടുക്കുന്ന സാധനം അല്ലെങ്കിൽ കൺസ്യൂമർ കഴിക്കുന്ന സാധനം ടേസ്റ്റി ആയിരിക്കണം, അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഒക്കെ ഇവിടെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. സോ അതും ഒക്കെ ഒരു വലിയ ലെസൺ ആയിരുന്നു ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഈ അസെറ്റ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്. സോ ടുഡേ വി ആർ അസെറ്റ് ലൈറ്റ് ആസ് ലൈക്ക് Kappo's model is being asset light and we would like to expand into other range of snacks in a similar model. Okay, അപ്പോൾ Kappo നമുക്ക് എവിടെന്നാ കിട്ടുക?
ഇത് നമ്മൾ എങ്ങനെയാ വാങ്ങുക? സോ ടുഡേ ഇപ്പം നമ്മൾ ആക്ച്വലി ലൈക്ക് ഐ സൈഡ് ഇപ്പം നമ്മൾ 1 year ആയിട്ടുള്ള റീലോഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ കം ബാക്ക് ആയിട്ട്. സോ ഇപ്പം നമ്മൾ നിലവിലുള്ളത് വി ആർ ഇൻ അബൌട്ട് 8 or 9 cities pan India on Swiggy, Zepto and Big Basket, and also we are in about 300 plus vending machines. In fact we have one here as well. So right now this is where we are, and ഇപ്പം നമ്മുടെ D2C platform in another 2 weeks we'll launch. But slowly we are getting into retail. അപ്പോൾ അതായത് ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ one of the biggest lesson I learned is like നമ്മൾ ഒരു ചാനൽ മാസ്റ്റർ ചെയ്തിട്ട് അടുത്തടുത്ത ചാനലിലേക്ക് കയറുക എന്നുള്ളതാണ്. സോ നൗ വി ആർ റെഡി ഫോർ റീറ്റെയിൽ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ GT and MT സൈഡ്. സോ അപ്പോൾ അതിന് സ്ലോലി വി ആർ സെറ്റിംഗ് അപ്പ് ദ ഗ്രൗണ്ട് വർക്ക്. ആൻഡ് അപ്പോൾ അതപ്പോഴത്തേക്ക് സെറ്റ് ആവാം. ഞാൻ ഈ പറഞ്ഞ പോലെ പാല് മേടിക്കാൻ പോകുമ്പോൾ കാപ്പോ പ്രോഡക്ട്സ് മേടിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ പറ്റും. അത് ഇപ്പോഴത്തെ രീതിയിൽ റിയലിസ്റ്റിക് നമ്പർ ഞാൻ പറഞ്ഞ ഒരു 6 to 8 months എങ്കിലും നമുക്ക് തരേണ്ടി വരും ടു ഗെറ്റ് ടു ദാറ്റ് ലെവൽ ഓഫ് പെനട്രേഷൻ. കാരണം ഈ പണ്ടത്തെ പോലെ റീറ്റെയിൽ ലാൻഡ്സ്കേപ്പ് ഇവിടെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ഇൻ കേരള പർട്ടിക്കുലർലി ഇഫ് യു സീ ദാറ്റ് പണ്ടത്തെ പോലെ ആ സ്മോളർ പാല് വാങ്ങിക്കുന്ന കടയിൽ ഓൾമോസ്റ്റ് എല്ലാം കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തൊരു മിനി സൂപ്പർ മാർക്കറ്റ് മോഡലാണ്. സോ അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ എൻട്രി ചെയ്യാനും ഇപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിന് നല്ല ഫുട്ഫോൾ ഉണ്ട്. സോ യു ഹാവ് ടു ഇൻഡിവിജ്വലി ഡു മാർക്കറ്റിംഗ് ഇൻസൈഡ് ദ സ്റ്റോർ. ഇൻഫാക്ട് ലൈക്ക് ലുലു ഹാസ് ബിൻ ഡ്രൈവിംഗ് ദാറ്റ് ചേഞ്ച് ഐ ബിലീവ് ഇസ് റീറ്റെയിലിനകത്ത് അതായത് സ്റ്റോറിൻ്റെ അകത്തും ബ്രാൻഡ്സ് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുക. സോ ഇൻഫാക്ട് മൈ ലേണിംഗ് റൈറ്റ് നൗ ഇസ് റീറ്റെയിലൊക്കെ ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം ഡീപ്പ് പോക്കറ്റഡ് ആവണം. യെസ്, സോ സമയം എടുത്തിട്ട് തന്നെ ചെയ്യുന്നതിലാണ് തൽക്കാലം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ശരണം. യെസ്. സോ ആ ഈക്കോ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അത്തരം ഈക്കോ സിസ്റ്റങ്ങൾ വന്നുകൊണ്ട് ആസ് എ ന്യൂ ബ്രാൻഡ് ടുഡേ ഐ ക്യാൻ പ്രൗഡ്ലി ടെൽ യു ഐ ആം ഇൻ 7 or 8 മേജർ സിറ്റീസ് ഇൻ ഇന്ത്യ വിച്ച് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഓൺ ജസ്റ്റ് ഗോയിങ് റീറ്റെയിൽ. സോ അതിന്റെയൊക്കെ അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇറ്റ്സ് എ വെരി ബിഗ് ഡീൽ. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ absolutely like I said നമ്മൾ ഒരു like Kappo's vision for the future is we want to be a Haldirams of the South Indian snack space. അത് ഭയങ്കര അണ്ടർ അഡ്രസ്ഡ് ആണ്. സോ റൈറ്റ് നൗ യു ഹാവ് ഓൾ ഓഫ് ദീസ് ബ്രാൻഡ്സ് ലൈക്ക് യു സെഡ് നമ്മളെല്ലാം കടകളിൽ നിന്ന് എല്ലാ സ്നാക്സും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ബട്ട് നൺ ഓഫ് ദാറ്റ് ഇസ് ബ്രാൻഡഡ്. സോ വി വാണ്ട് ടു ബ്രാൻഡ് ഓൾ ഓഫ് ദാറ്റ്. അതായത് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പുട്ടിംഗ് ഇറ്റ് ഇൻ എ കളർഫുൾ പാക്കറ്റ്. അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഗോ ബാക്ക് ടു ഫ്രം സോഴ്സിംഗ് ദ ബെസ്റ്റ് റോ മെറ്റീരിയൽസ്, യൂസിംഗ് ദ best oils available. There is a big process actually in fact for our manufacturing. ഈ പറഞ്ഞ പോലെ നമ്മൾ എവറി അവർ നോക്കുമ്പോൾ 10-13 ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. സോ ബനാന ലൈക്ക് വെൻ യു സേ ബനാന വറക്കുന്നത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരത്തിൽ അല്ല എന്ന് പറയാൻ പറ്റും. ബട്ട് ഇഫ് യു ലൈക്ക് ഐ വുഡ് വെൽക്കം ഓൾ ഓഫ് യു ഓൾ ടു കം സീ അവർ ഫാക്ടറി. ഇഫ് യു ഗോ ബിഹൈൻഡ് ദ സീൻസ് വി ടേക്ക് സ്പെഷ്യൽ കെയർ ഫ്രം ഇത് ഏത് ഏരിയ നിന്നാണ് വരുന്ന ബനാനയാണ്, അതിൻ്റെ അകത്തെ മോയ്സ്ചർ കണ്ടന്റ് എന്താണ്, അതിൻ്റെ അകത്തെ ഫ്രൂട്ട് ടു പീൽ റേഷ്യോ എത്രയാണ്, അവിടെ അങ്ങനെയുള്ള ബനാനയ്ക്ക് എന്ത് ടെമ്പറേച്ചറിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. സോ ദർ ആർ ലോട്ട് ഓഫ് ടെസ്റ്റ് ദാറ്റ് കീപ്സ് റണ്ണിങ്, മൈന്യൂട്ട് തിങ്സ് ദാറ്റ് ഗോ എന്ത് തിക്നെസ്സിലാണ് ഇത് വരേണ്ടത്. സോ നമുക്കൊരു ക്വാളിറ്റി ടീം ഉണ്ട്. ആ ക്വാളിറ്റി ടീം റൗണ്ട് ദ ക്ലോക്ക് ദേ വർക്കിംഗ് ഓൺ ലൈക്ക് ഇംപ്രൂവിങ് അവർ പ്രോഡക്ട്സ്. സോ ലോട്ട് ഓഫ് തോട്ട് ഗോസ് ഇൻ ടു തോട്ട് ആൻഡ് പ്രോസസ് ഗോസ് ഇൻ ടു മേക്കിംഗ് ദ ബെസ്റ്റ് ചിപ്സ് അവൈലബിൾ. സോ അതേപോലെ തന്നെ സെയിം തിങ് വി വാണ്ട് ടു ഡു ടു അതർ സ്നാക്സ്. സോ വി വിൽ ഇമീഡിയറ്റ്ലി ഐ തിങ്ക് ഇൻ 6 to 8 months we will already launch I think pakavadas in the pipeline, മുറുക്കുണ്ട്, കേരള മിക്സ്ചേഴ്സ് ഉണ്ട്, സം പീനട്സ് ആൻഡ് കാഷ്യൂ ഫ്ലേവേഴ്സ്. അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വി വാണ്ട് ടു ഡു എവറിത്തിങ്. കേരള സ്നാക്സ് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട് ഇഷ്ടം പോലെ, സേവ് ഉണ്ട്, ഭുജിയാസ് ഉണ്ട്. സോ വി വാണ്ട് ടു ഗെറ്റ് ആൻഡ് ബ്രാൻഡ് ഓൾ ഓഫ് ദാറ്റ് ആൻഡ് ബിൽഡ് എ സൗത്ത് ഇന്ത്യൻ brand snack. Yes, that's the vision, that's the dream. Yes. Okay, ഇപ്പൊ ഇത് കേൾക്കുമ്പോഴേ എനിക്ക് I am just curious. അതായത് ഇതിന്റെ പ്രൊഡക്ഷൻ ഇത്രയൊക്കെ നടക്കുന്നുണ്ടോ? കാരണം നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ചുമ്മാ ചെത്തിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇത്രയൊക്കെ നടക്കുന്നുണ്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ. അപ്പോൾ ഒരാൾക്ക് നിങ്ങളുടെ കാപ്പോയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ is that possible? Yes, in fact we have a very open policy that most food factories do not allow. Of course അതിന് മുമ്പ് കുറച്ച് precautions ഉണ്ട്. You will be told what to wear and like where to touch and where not to touch. But we have an open policy. In fact, we are proud to tell people that ഇങ്ങനെയാണ് നിങ്ങളുടെ ചിപ്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അടൂരാണ് നമ്മുടെ ഈ ഫാക്ടറി വരുന്നത്. എനിബഡി ഈസ് വെൽക്കം എനി ടൈം ടു വാക്ക് ഇൻ ദെയർ. ദേ ആർ വെൽക്കം ടു ലൈക്ക് നമ്മുടെ ഫാക്ടറി കാണാം. യു ക്യാൻ മേ ബി വാക്ക് അവേ വിത്ത് എ ബാഗ് ഫുൾ ഓഫ് ചിപ്സ് ഓൾസോ. സോ ലൈക്ക് വി വാണ്ട് ടു വെൽക്കം എവറിബഡി ബിക്കോസ് ഈ അവയർനെസ് ബിൽഡ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ഒരു ബിഗ് മിഷൻ. വാട്ട് ഇസ് വൈ വി ആർ ഡിഫറെന്റ് എന്നുള്ളത്. സോ റാദർ ദെൻ അവർ പ്രൊഡക്റ്റ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്, ബട്ട് റാദർ ദെൻ ജസ്റ്റ് ലൈക്ക് സേയിങ് ഇറ്റ് ഔട്ട്, വി വാണ്ട് പീപ്പിൾ ടു കം എക്സ്പീരിയൻസ്
it, see it. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു വലിയ പ്രൈഡാണ്. ആൾക്കാർ വന്ന് നമ്മുടെ ഫാക്ടറി കാണുന്നത്. വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ഇറ്റ്സ് എൻ അഡൂർ. എനി ടൈം എനിബഡി വാണ്ട്സ് ടു വിസിറ്റ്, മോസ്റ്റ് വെൽക്കം. ഓൾവേസ് വെൽക്കം. ഇപ്പം നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കപ്പ വറുത്തല്ല കസാവ ചിപ്സ്, ബനാന ചിപ്സ്, ഇതിനൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ആണ്. പക്ഷേ യു ഗൈസ് ഹാവ് ഡിഫറെന്റ് ഫ്ലേവേഴ്സ്. ഇത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്? സോ അതിൻ്റെ അകത്ത് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് അതിൻ്റെ അകത്ത് പറയാം, നമ്മൾ ഈ നൊസ്റ്റാൾജി എന്ന് പറയുന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ, യു വുഡ് ബി സർപ്രൈസ് ടു നോ ദാറ്റ് ഇൻഫാക്ട് അതൊരു സ്റ്റേൽ ഓയിലിൻ്റെ അല്ലെങ്കിൽ റാൻസിഡ് ആയ പ്രൊഡക്റ്റിൻ്റെ ടേസ്റ്റാണ്. കനച്ചു പോകാന്ന് പറയുന്നത് അങ്ങനത്തെ പ്രൊഡക്റ്റാണ് നമ്മൾ ഈ നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഒരു ഇതിനാന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ സെഡ് ടെമ്പറേച്ചർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദിസ്. അപ്പോൾ ഈ പലപ്പോഴും നമ്മുടെ ട്രഡീഷണൽ മേക്കിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നൗ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും ട്രഡീഷണലി what happens is ഈ temperature will be uneven in the pot or pan that they like you know ഈ ചിപ്സ് ഇടുമ്പോൾ ആ ചിപ്സ് വീഴുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഡിപ്പും ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എന്നാ പ്രോസസ് കംപ്ലീറ്റ് ആവത്തില്ല. സോ ദാറ്റ് ഇസ് വൈ യു സീ ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ ചിപ്സ്, റൈറ്റ്? ആ ബ്ലിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ബാഡ് സൈൻ, ബിക്കോസ് അതിൻ്റെ അകത്ത് മോയ്സ്ചർ ഇരിക്കും, അത് ഇതിൻ്റെ അകത്തെ ഓയിലുമായിട്ട് റിയാക്ട് ചെയ്യും, ആൻഡ് ഇൻ 2 days ഈ റാൻസിഡിറ്റി പ്രോസസ്. അപ്പോൾ അത് അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ അത് നമുക്ക് ടേസ്റ്റി ആയിട്ട് തോന്നും. ബട്ട് ദെൻ വെൻ എവർ യു ഈറ്റ്, റൈറ്റ്, യു ആർ ഹാവിംഗ് ദാറ്റ് റാൻസിഡ് ടേസ്റ്റ്. അതിനെയാണ് നമ്മൾ നൊസ്റ്റാൾജി എന്ന് വിളിക്കുന്നത്. സോ ആ ബ്ലിസ്റ്റർ ഉള്ളതല്ലേ, അതൊരു ഭയങ്കര യെസ്, അത് ഭയങ്കര ബാഡാണ്. ദാറ്റ് ഇസ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ മോയ്സ്ചർ നിന്നിട്ട് ഓയിലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അല്ല ലൈക്ക് ഇതിനകത്തെ ഓക്സിജനും ഇതിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് സ്റ്റേലാക്കും. സോ ഇൻഫാക്ട് നമ്മുടെ വി ടേക്ക് എ പ്രൈഡ് ഇൻ സെയിങ് നമ്മുടെ ചിപ്സിൻ്റെ അകത്ത് ഒരെണ്ണം പോലും അങ്ങനെ ആവത്തില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഈ ചിപ്സ് വീഴുമ്പോഴത്തേക്കും, സോ ബിക്കോസ് ഇറ്റ്സ് എൻ ഓട്ടോമേറ്റഡ് ലൈൻ, വി ആർ ഏബിൾ ടു കൺട്രോൾ ദ ടെമ്പറേച്ചർ. സോ ഈ ചിപ്സ് വീണ ആ ടെമ്പറേച്ചർ അപ്പോഴും മെയിൻറ്റെയിൻഡ് ആണ്, ഡിപ്പാവില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രോസസ്സ് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നതാണ്. വൈ ദാറ്റ് മേക്സ് ഇസ്. സെക്കൻഡ് തിങ് ഇസ് ദി ഓയിൽ ടേസ്റ്റ്. അതായത് ഈ കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ആണ് രണ്ടാമത് നമ്മൾ ഈ നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. സോ കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് നല്ലതാണ്, ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ് ടു. പക്ഷെ അത് ഒരു ഭയങ്കര കേരള സെൻട്രിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് പാലറ്റ് ആണ്. സോ വെൻ യു ആർ ഡൂയിങ് എ പാൻ ഇന്ത്യ ബ്രാൻഡ്, യു ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ വാട്ട് ദ പീപ്പിൾ വാണ്ട്. അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ അകത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ സ്റ്റേൽ ടേസ്റ്റാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് തിങ്, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് എവറിബഡി ലൈക്സ്. സോ അതുകൊണ്ട് തന്നെ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു സെഗ്മെൻറ്റും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടു അഡ്രസ് ദാറ്റ് മാർക്കറ്റ്. ബട്ട് റാദർ ആ നൊസ്റ്റാൾജിനെ ഇവോക്ക് ചെയ്യുന്നതിലും ഐ ഫീൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ക്വാളിറ്റി ചിപ്സ് കൊടുക്കുന്നത് തന്നെയാണ് പീപ്പിൾ വിൽ റീപ്ലേസ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ വൈ അവേഴ്സ് ഇസ് ഡിഫറെൻറ്റ് ഇസ് ബിക്കോസ് ഓൾ ഓഫ് ദിസ് നമ്മളതിനെ ടേക്ക് കെയർ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. സെക്കൻഡ് തിങ് ഇസ് ഫ്ലേവേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വാട്ട് വി ഫെൽറ്റ് ഇസ് പീപ്പിൾ വാണ്ട് സംതിങ് ഡിഫറെൻറ്റ് ഓൾവേസ്. സോ ബനാന ചിപ്സ് ഈ പറഞ്ഞ പോലെ ഒരു മഴയത്ത് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് ബനാന ചിപ്സ് കഴിക്കുന്ന ഒരു നൊസ്റ്റാൾജി ആണെങ്കിൽ പോലും ദാറ്റ് ഈസ് അഗൈൻ മോസ്റ്റ്ലി ടു അസ്, നമ്മുടെ ചൈൽഡ്ഹുഡിലാണ് നമ്മൾ ചെയ്തത്. ബട്ട് സംബഡി ഇൻ നോർത്ത് ഇന്ത്യ ഡസൻ ഹാവ് ദാറ്റ് മെമ്മറി. ഹീ ഈസ് യൂസ് ടു ഈറ്റിംഗ് പ്രോഡക്ട്സ് വിത്ത് ഹയർ സ്പൈസ് ലെവൽ അല്ലെങ്കിൽ വേറെ ഫ്ലേവേഴ്സ്. സോ അങ്ങനത്തെ അവരെ അഡ്രസ് ചെയ്യാനും പിന്നെ ആസ് എ ഹോൾ ഒരു വെറൈറ്റി. സോ ബനാനയ്ക്ക് ഒരു ചേഞ്ച്, ഓഫ് കോഴ്സ്, ലൈക്ക് കാരണം ബനാനയ്ക്ക് പിന്നെ കുറച്ചും കൂടെ അത് ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് നടക്കത്തുള്ളൂ. കാരണം ബനാന ഹാസ് എ ടേസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫ്ലേവറും ബനാനയിൽ വർക്ക് ചെയ്യില്ല. സോ ഇപ്പോൾ കസാവ ചിപ്സിലാണെങ്കിൽ വൺ തിങ് ഇസ് ഇറ്റ്സ് എ ബ്ലാൻഡ് ചിപ്പ്. സോ അതുകൊണ്ട് എന്ത് ഫ്ലേവറും അതിൽ വർക്ക് ചെയ്യും. സോ അതിനെ ഒരു ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് കൂടുതൽ വെറൈറ്റി, ഗിവ് ദം മോർ റീസൺസ് ടു കൺസ്യൂം എന്നുള്ളത് തന്നെയാണ് വെറൈറ്റി. പിന്നെ ലൈക്ക് ഐ സെഡ്, റൈറ്റ് നൗ വി ആർ ഇൻ എ വെരി കോമ്പറ്റീറ്റീവ് സ്പേസ്. കാരണം ദർ ആർ സോ മെനി other brands which we personally manufacture for. അപ്പോൾ ഇവിടെ നിന്നൊക്കെ quality is going to be the same for all products that comes out of our factory. സോ അതുകൊണ്ട് ഇവിടെയൊക്കെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഫ്ലേവേഴ്സിലും പാക്കേജിങ്ങിലും ആണ് നെക്സ്റ്റ് ഉള്ളൂ. സോ വി ആർ ഗോയിങ് ടു ബി എക്സ്പെരിമെന്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് ന്യൂ ഫ്ലേവേഴ്സ്. ഐ ഹോപ്പ് എവറിബഡി ഇനിയും വരും. ലൈക്ക് എവറിബഡി വിൽ ലവ് ഇറ്റ്. ഇപ്പോൾ ഡൈനാമൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്ലേവർ ഇസ് ഡൂയിങ് എക്സെപ്ഷണലി വെൽ. സോ ഇറ്റ് വാസ് എൻ എക്സ്പെരിമെന്റൽ ഫ്ലേവർ. ഇറ്റ്സ് സ്പൈസി. സോ യു ഐദർ ലൈക്ക് ഇറ്റ് ഓർ യു ഡോണ്ട്. There is no in between for that. So അങ്ങനത്തെ കുറച്ച് പുതിയ experimental flavors and all is there in the pipeline, and we hope we'll be able to cater to everybody. നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. ഞങ്ങൾക്കും കുറച്ച് വെറൈറ്റി സ്നാക്സ് കഴിക്കാലോ. Absolutely. ഇനി നമ്മൾ ഇന്റർവ്യൂ മൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫുഡ് ബിസിനസ്സിലേക്ക് ആളുകൾ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. ബീങ് ഇൻ ദി ഇൻഡസ്ട്രി ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളോട് പറയാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ, what would it be? So again I want to reiterate, taste first. ടേസ്റ്റ് മാസ്റ്റർ ചെയ്താലേ പ്രോഡക്റ്റിന് ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ. സോ നമ്പർ 1, ഫൈൻഡ് ഔട്ട് ദി പ്രോഡക്റ്റ് ആൻഡ് മേക്ക് ഇറ്റ് as tasty as possible. സെക്കൻഡ് തിങ്, ഐ തിങ്ക് ഈ യൂണിറ്റ് എക്കണോമിക്സ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഫ്രം ബിഗിനിങ് ഇറ്റ് സെൽഫ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്, യൂണിറ്റ് എക്കണോമിക്സ്, സോ ദീസ് ആർ തിങ്സ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡ്രസ്. സംടൈംസ് it does not have to make sense then, but you have to have a clear plan of when it will start making sense.
third thing is be a survivor. Pivot ചെയ്യാൻ എന്ന് റെഡി ആയിരിക്കണം. It doesn't mean like don't get attached to the idea alone. Like rather, like I said, we waited 10 years, almost 10 years patiently, parking our dream aside. And in fact, we watched all of these brands grow in front of us. But അവിടെ ഒരിക്കലും ഒരു FOMO ഒന്നും വന്നിട്ടില്ല. Rather, we are happy to see the categories building. We are in the right track. നമ്മൾ ഉണ്ടായിരുന്ന നമ്മുടെ ഐഡിയയും കറക്റ്റ് ആണ്. Just we were ahead എന്നുള്ളത്. So അന്ന് അങ്ങനെ പിവറ്റ് ചെയ്തത് നമ്മുടെ ഒരു സർവൈവലിൽ ഒരു ഭയങ്കര ഫാക്ടറാണ്. So be ready to pivot. Then the fourth thing I would say is like resilience and like, you know, you have to have that patience because brand building, in fact like product master ചെയ്ത് കഴിഞ്ഞാൽ then you'll realize product ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. But brand building is it's marketing and it's making it available for people, getting people to try the product. ഇപ്പം നമ്മൾക്ക് ഒരുപാട് സാമ്പിൾ ചെയ്യും. So sampling has worked out very well, but it's not easy for all. എല്ലാ പ്രോഡക്റ്റിനും എപ്പോഴും അത് ചെയ്യാൻ എളുപ്പമല്ല. നമ്മുടെ പ്രോഡക്റ്റിന് ഒരു അങ്ങനത്തെ ഒരു കൺവീനിയൻസ് ഉണ്ട്. സോ ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് ഉണ്ടാവണം. You have to wait for the right time and keep fighting. Like that's what I would say. Every day is a battle and you survive. We will wait. അത് പെട്ടെന്ന് നടക്കട്ടെ. ഇപ്പം നേരത്തെ ജോസ് പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയുടെ ഹൽദിറാം എന്നല്ലാണ്ട് കാപ്പോ ഫുഡ്സ് എന്ന് തന്നെ ഞങ്ങൾ പറയട്ടെ. All the best and thank you so much. Thank you so much for having and giving us this opportunity. Please do visit our plant. You're also always welcome. Done.